പാൻ 2.0 എന്താണ്? ഇപ്പോൾ നിലവിലുള്ള പാനുകൾ ഇപ്പോൾ വീണ്ടും പുതുക്കേണ്ടതായിട്ടുണ്ടോ എന്നതിനെപ്പറ്റി പാൻ ഉപഭോക്താക്കളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിലുള്ള പാൻ എങ്ങനെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റിയുമാണ്. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി പാൻ കാർഡുകൾ മാറ്റുന്നതിൻ്റെ ഭാഗമായി പാൻ 2.0 അവതരിപ്പിച്ച് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് QR കോഡുകൾ കൂടി ഉൾപ്പെടുത്തി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ പുതിയ സാങ്കേതിക വിദ്യ തുടങ്ങിയിരിക്കുന്നത്. പാൻ സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു സിംഗിൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിക്കുകയും സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാൻ 2.0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള പാൻ കാർഡുകൾ മുൻപത്തേതുപോലെ തന്നെ പ്രാബല്യത്തിൽ തുടരുന്നതാണ്. അതുപോലെ പുതിയ പതിപ്പിലേക്ക് സൗജന്യമായി അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഇവർക്ക് ലഭിക്കുന്നതാണ്. അതായത് നിലവിൽ പാൻ കാർഡ് ലഭിച്ചവർ പുതിയ പാൻ 2.0 അപേക്ഷിക്കേണ്ടതില്ല. തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ മാത്രം അവർ അപേക്ഷിച്ചാൽ മതി. ഇനിയും ഒന്നിലധികം പാൻ കാർഡുകൾ ഉള്ളവർ പാൻ 2.0 പദ്ധതി പ്രകാരം കണ്ടുപിടിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉള്ളവർ അത് അസസിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഒഴിവാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇനിയും പാൻ 2.0 പദ്ധതി പ്രകാരം മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം ഉൾപ്പെടെയുള്ളവ സൗജന്യമായി തിരുത്താവുന്നതാണ്. അതുപോലെ നിലവിലുള്ള പാൻ കാർഡുകളിലെ QR കോഡ് ഇത് 2017-18 മുതലാണ് പാൻ കാർഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ പാൻ 2.0 ഇതുതന്നെ തുടരുന്നതാണ്. എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലായിരിക്കും പാൻ 2.0 ഡൈനമിക് QR കോഡ്. അതുകൊണ്ട് തന്നെ QR കോഡ് ഇല്ലാത്ത പഴയ പാൻ കാർഡ് ഉടമകൾക്ക് QR കോഡ് ഉള്ള പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. 1435 കോടി രൂപയുടെ ബഡ്ജറ്റാണ് പാൻ 2.0 പദ്ധതിക്കായി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. രാജ്യത്തെ 78 കോടിയോളം വരുന്ന പാൻ കാർഡ് ഉപഭോക്താക്കൾ ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പാൻ കാർഡ് ഇഷ്യൂ 3 ഏജൻസികളാണ് ചെയ്തിരുന്നത് എങ്കിൽ പാൻ 2.0 വരുന്നതോടുകൂടി ഇത് ഒറ്റ ഏജൻസി ആവുകയും എല്ലാവിധ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപഭോക്താവിൻ്റെ പാൻ കാർഡ് പൊതു ID ആയി മാറുകയും ചെയ്യും. തൽഫലമായി നികുതി വെട്ടിക്കുന്നവരെ പിടികൂടുവാനുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ശ്രമങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇനിയും നമുക്ക് ഈ പാൻ കാർഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഗൂഗിളിൽ പോയി പാൻ കാർഡ് അപ്ഡേറ്റ് ഫെസിലിറ്റി, പാൻ കാർഡ് അപ്ഡേറ്റ് ഫെസിലിറ്റി എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ പോയി പാൻ കാർഡ് അപ്ഡേറ്റ് ഫെസിലിറ്റി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് online-services.nsdl.com എന്നൊരു സൈറ്റ് കാണുവാൻ കഴിയും. അതായത് www.online-services.nsdl.com എന്നൊരു സൈറ്റ് കാണുവാൻ കഴിയും. അതിൻ്റെ താഴെ അത് ഓപ്പൺ ആക്കുക. അതിൻ്റെ താഴെ ഗെറ്റ് ഇ പാൻ കാർഡ് എന്നൊരു ഹെഡിങ്ങും കാണുവാൻ കഴിയും. അത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. അവിടെ ഗെറ്റ് ഇ പാൻ കാർഡ് എന്നതിന് താഴെ അക്നോളജ്മെൻറ്റ് നമ്പർ, പാൻ എന്ന് 2 ഭാഗങ്ങൾ കാണുവാൻ കഴിയും. അതിൽ പാൻ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ ടൈപ്പ് ചെയ്യുക. താഴെ നിങ്ങളുടെ ആധാർ നമ്പറും ടൈപ്പ് ചെയ്യണം. ശേഷം നിങ്ങളുടെ ജനനത്തിൻ്റെ മാസം, വർഷം എന്നിവ നൽകുക. GSTN ഓപ്ഷണൽ ആയതുകൊണ്ട് അതുള്ളവർ മാത്രം നൽകിയാൽ മതി. അതിനുശേഷം താഴെ കാണുന്ന ഡിക്ലറേഷൻ്റെ കോളത്തിൽ ടിക്ക് ചെയ്ത് മാർക്ക് നൽകുക. വാലിഡ് ക്യാപ്ച എന്നതിന് താഴെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നതിൻ്റെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പാൻ കാർഡിലുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും മാറ്റുന്നതിന് കഴിയുന്നതാണ്.
ഇവിടെ നിങ്ങളുടെ ആധാറിൽ നേരത്തെ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിൽ വരുന്ന ഒരു വൺ ടൈം പാസ്വേഡ് OTP ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യുവാൻ കഴിയുന്നത്. നിലവിലെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ 15 അല്ലെങ്കിൽ 20 വർഷം പഴക്കമുള്ളതാണെന്നും അത് നവീകരിക്കണമെന്നും കണ്ടാണ് പാൻ 2.0 നടപ്പിലാക്കുവാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം നിലവിലുള്ള പാൻ കാർഡ് പാൻ 2.0 വന്നാലും സാധ്യതയുള്ളതായി തുടരുമെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ 50 രൂപ നൽകി അപേക്ഷിക്കാവുന്നതുമാണ്. ആദായ നികുതി വകുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ എല്ലാവരും പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് പുതിയ പാൻ കാർഡിൻ്റെ ഡിജിറ്റൽ പതിപ്പ് സൗജന്യമായി ഇമെയിലിലൂടെ ലഭിക്കുന്നതാണ്. PDF രൂപത്തിലായിരിക്കും ഇത് ലഭിക്കുന്നത്. എന്നാൽ കാർഡിൻ്റെ പ്രിൻ്റഡ് പതിപ്പ് വേണ്ടവർക്ക് അത് 50 രൂപ നൽകി പുതുതായി അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ പാൻ കാർഡ് ഉള്ളവർ പുതിയ കാർഡിനായി അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് വകുപ്പ് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉള്ളവർ അവ തിരുത്തിയതിന് ശേഷം പുതിയ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.